വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലസ് ആണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു റാൻഡം വേരിയബിളിൻ്റെ എല്ലാ പോസിബിൾ ഔട്ട്കംസും ഓരോ ഔട്ട്കം ഉണ്ടാക്കാനുള്ള പ്രോബബിലിറ്റി കാണിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ് ഇറ്റ് ടെൽസ് us how likely each possible outcome is. ഫോർ എക്സാമ്പിൾ, ഒരു ഡൈസ് റോൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടാവുന്ന ഔട്ട്കംസ് എന്തൊക്കെയാണ്? 1 കിട്ടാം, 2 കിട്ടാം, 3, 4, 5, 6 ഇങ്ങനെ ഇത്രയും ഔട്ട്കംസ് ആണ് ഒരു ഡൈസ് റോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിൽ ഓരോ ഔട്ട്കത്തിൻ്റെയും പ്രോബബിലിറ്റി എത്രയാണ് വരുന്നത്? 1/6 അല്ലേ വരുന്നത്. ഈ പ്രോബബിലിറ്റീസ് ടേബിളായിട്ടോ ഗ്രാഫായിട്ടോ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. So, probability distribution helps us understand how probabilities are spread across all possible outcomes. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ നീഡ് എന്താണെന്നുള്ളത്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചർ ഇവൻറ്റ്സ് പ്രെഡിക്റ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ അൺസർട്ടൈൻ സിറ്റുവേഷൻസ് ബെറ്ററായിട്ട് അനലൈസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ മേക്കിംഗ് ബെറ്റർ ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഡേറ്റ. അതുപോലെ തന്നെ MLഉം AI മോഡൽസും ബിൽഡ് ചെയ്യുമ്പോഴും ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ബാങ്ക് അവരുടെ കസ്റ്റമർ ലോൺ എടുത്തത് റീപേ ചെയ്യുമോ ഇല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ് അവരുടെ കസ്റ്റമേഴ്സ് നെക്സ്റ്റ് എന്ത് ബൈ ചെയ്യും എന്ന് എസ്റ്റിമേറ്റ് ചെയ്യാനും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കോൺസെപ്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ probability distribution helps us predict, analyze and make smarter decisions using data. ആദ്യം വരുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ബെർണോളി ഡിസ്ട്രിബ്യൂഷനിൽ 2 പോസിബിൾ ഔട്ട്കംസ് മാത്രമാണ് ഉണ്ടാവുക. അതായത് സക്സസ് ഓർ ഫെയിലിയർ, യെസ് ഓർ നോ, 0 ഓർ 1 ഇതുപോലെ 2 ഔട്ട്കംസ് മാത്രം വരും. ഫോർ എക്സാമ്പിൾ, ഒരു കോയിൻ ടോസ് ചെയ്യുന്നു എന്ന് കരുതുക. ഹെഡ് വന്നാൽ അതിനെ സക്സസ് എന്നും ടെയിൽ വന്നാൽ ഫെയിലിയർ എന്നും നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ ഒരു സ്റ്റുഡൻറ്റ് എക്സാം പാസ്സാകുന്നത് അല്ലെങ്കിൽ ഫെയിൽ ആകുന്നത്, ഒരു ഇമെയിൽ സ്പാം ഓർ നോട്ട് എന്നുള്ളതും ബെർണോളി ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ വെനെവർ ദെയർ ആർ ഓൺലി 2 പോസിബിൾ ഔട്ട്കംസ് വി ക്യാൻ യൂസ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ 2 പോസിബിൾ ഔട്ട്കംസ് ഉണ്ടാവും. ആദ്യത്തെ എക്സാമ്പിൾ നോക്കിക്കോ, സ്റ്റുഡൻറ്റ് പാസ് ഓർ ഫെയിൽ എന്നുള്ളത്, അതേപോലെ തന്നെ ലൈറ്റ് ഓൺ ഓർ ഓഫ് എന്നുള്ളത്. ഇത് രണ്ടും ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സാമ്പിൾസ് ആണ്. അടുത്തത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ട്രയൽസിൽ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് സക്സസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നതാണ്. സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ബെർണോളി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ട്രയൽ ആണെങ്കിൽ ബൈനോമിയൽ എന്നത് അതേ ബെർണോളി ട്രയൽ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കോയിൻ 10 പ്രാവശ്യം ടോസ് ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എക്സാക്ട്ലി 6 ഹെഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ്. ഇവിടെ ഓരോ ടോസും ഒരു ബെർണോളി ട്രയലാണ്. ആ ബെർണോളി ട്രയൽ 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം. 20 സ്റ്റുഡൻസ് ഒരു എക്സാം എഴുതിയെന്ന് കരുതുക. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എക്സാക്ട്ലി 15 സ്റ്റുഡൻസ് പാസ്സാകാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നതാണ്. ഇവിടെ ഓരോ സ്റ്റുഡൻറ്റും പാസ് അല്ലെങ്കിൽ ഫെയിൽ ഇങ്ങനെ 2 ഔട്ട്കംസ് മാത്രമാണുള്ളത്. അതുകൊണ്ട് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഒരു ബെർണോളി ട്രയലായി ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ബെർണോളി ട്രയൽസ് 20 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. സോ വെനെവർ വി നീഡ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഫിക്സഡ് നമ്പർ ഓഫ് സക്സസസ് ഇൻ റിപ്പീറ്റഡ് ഇൻഡിപെൻഡൻറ്റ് ട്രയൽസ് വി യൂസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അടുത്തത് പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഇൻ്റർവെൽ ഓഫ് ടൈം അല്ലെങ്കിൽ ഫിക്സഡ് ഏരിയയിൽ ഒരു ഇവൻ്റ് എത്ര പ്രാവശ്യം സംഭവിക്കും എന്നുള്ള പ്രോബബിലിറ്റി മെഷർ ചെയ്യുന്നതാണ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂസ്ഡ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഇൻ എ ഗിവൺ ടൈം ഓർ സ്പേസ്.
ഫോർ എക്സാമ്പിൾ ഒരു കോൾ സെൻറ്ററിൽ ഒരു അവറിൽ എത്ര കോൾസ് വരും, അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ ഒരു ദിവസം എത്ര ആക്സിഡൻറ്റ്സ് നടക്കും എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇവൻ്റ് നടക്കുമോ ഇല്ലയോ എന്നല്ല നോക്കുന്നത്, ഇവൻ്റ് എത്ര പ്രാവശ്യം സംഭവിക്കുന്നു എന്നതാണ് കൗണ്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് നോക്കാം. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ പല സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അവറിൽ എത്ര പേഷ്യൻസ് വരും എന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ കോൾ സെൻറ്ററിൽ ഒരു അവറിൽ എത്ര കോൾസ് റിസീവ് ചെയ്യും എന്നത് പ്രെഡിക്റ്റ് ചെയ്യാനും പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റിൽ ഒരു മിനിറ്റിൽ എത്ര വിസിറ്റേഴ്സ് വരും എന്നതും ഒരു ഫാക്ടറിയിൽ മെഷീൻ ഫെയിലിയേഴ്സ് എത്ര പ്രാവശ്യം സംഭവിക്കും എന്നതും എസ്റ്റിമേറ്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. So, whenever we need to count how many times an event occurs in a fixed time or space, Poisson distribution is the right choice. Thank you all. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരാം. Till then, bye.